അങ്ങനെ 2023 ജൂണിൽ ലോകത്തെ നടുക്കിയ, ലോകം മുഴുവൻ ചർച്ച ചെയ്ത ടൈറ്റൻ ദുരന്തം സിനിമയാവുകയാണ്. പ്രമുഖ ഹോളിവുഡ് നിർമ്മാണ കമ്പനിയായ മൈൻഡ് റിയോട്ട് എന്റർടൈൻമെന്റ് ആണ് ചിത്രത്തെ പറ്റിയുള്ള വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ ബ്രയാൻ ഡബിൻസ് ആണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ്. കൂടാതെ ജസ്റ്റിൻ മക്ഗ്രേഗർ, ജോനാഥൻ കേസി എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. സാൽവേജ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. 2023 ജൂൺ മാസത്തിലാണ് ലോകത്തെ നടുക്കിയ ടൈറ്റൻ ജലപേടക ദുരന്തം സംഭവിക്കുന്നത്. 1912 ഇടിച്ചു തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് സഞ്ചാരികളുമായി പുറപ്പെട്ടതായിരുന്നു ടൈറ്റൻ. ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസ് കമ്പനിയുടെ ജലപേടകമായിരുന്നു ടൈറ്റൻ. ജൂൺ 18 യാത്ര ആരംഭിച്ച അല്പനേരത്തിനുള്ളിൽ തന്നെ ടൈറ്റനുമായുള്ള ആശയവിനിമയം മാതൃപേടകത്തിന് നഷ്ടമായിരുന്നു. ജലപേടകവുമായുള്ള ആശയവിനിമയം നിലച്ചതോടെ ദുരന്തം മണത്തു. ആദ്യഘട്ടത്തിൽ ടൈറ്റനെ കുറിച്ചും യാത്രക്കാരെ കുറിച്ചും ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. തിരച്ചിൽ 96 മണിക്കൂറും കടന്നപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. സഞ്ചാരികളുമായി പുറപ്പെട്ട ടൈറ്റൻ പിന്നീട് തകർന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നീണ്ട തിരച്ചിലിനൊടുവിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തകർന്ന ടൈറ്റൻ ജലപേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. കടലിനടിയിലുണ്ടായ ശക്തമായ മർദ്ദത്തിൽ പേടകം ഉൾവലിഞ്ഞ് തകർന്നതായിരിക്കുമെന്നും ഒരു സ്ഫോടനത്തിന് സമാനമായ ദുരന്തമാണ് സംഭവിച്ചതെന്നുമുള്ള നിഗമനത്തിലാണ് അധികൃതർ. ദുരന്തത്തിൽ 5 യാത്രികരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. ബ്രിട്ടീഷ് കോടീശ്വരൻ ഹാമിഷ് ഹാർഡിംഗ്, ബ്രിട്ടീഷ് പാകിസ്ഥാനി വ്യവസായി ഷഹ്സാദ ദാവൂദ്, മകൻ സുലൈമാൻ എന്നിവരും ടൈറ്റൻ ജലപേടകത്തിന്റെ ഉടമകളായ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസിന്റെ സിഇഒ സോക്ടൻ റഷ്, മുങ്ങൽ വിദഗ്ധൻ പോൾ ഹെൻറി നാർജിയോലെ എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നവർ. കടൽത്തട്ടിൽ നിന്ന് ശേഖരിച്ച പേടകത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് യാത്രികരുടെ ശരീരഭാഗങ്ങൾ എന്ന് കരുതുന്നവയും കണ്ടെടുത്തിരുന്നു. ഈ ഭയാനകമായ ദുരന്തത്തെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ഹോളിവുഡ് ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ദുരന്തത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ആദരവായിരിക്കും സിനിമയെന്നാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ജോനാഥൻ കേസി വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യമാണ് പ്രധാനമെന്നും ലോകത്തിന് സത്യമറിയാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെയും ചിത്രത്തിലൂടെ രൂക്ഷമായി വിമർശിക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്.